പിന്നെ ഗൈസ് നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ചെയ്തോ. ഞാൻ ഇന്നലെ അറിയിച്ചത് ഈ ടോപ്പാണ് അധികം എൻ്റെ വീഡിയോ ഈ ടോപ്പ് കണ്ടിട്ട് വേറൊന്നല്ല. ഈ ടോപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ട ടോപ്പാണ്. അത് വെളിയിൽ വെച്ചാൽ നമുക്ക് ഓരോ സ്റ്റോപ്പ് പിടിച്ചുകൊണ്ട് നമ്മൾ ടോൺ എടുക്കും അല്ലേ. അതാണ് ഈ നെക്വാർഡ് കാണുമ്പോൾ ആദ്യം വലിയ ഇഷ്ടമല്ല, പക്ഷേ ഇതിൻ്റെ ഹൈലൈറ്റ് ഇതാണ് ഗൈസ്. അപ്പോൾ അതിന് ഞാൻ മോയ്സ്ചറൈസിങ് ക്രീം അല്ലേ, മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യുന്നത് മാമാത്തിൻ്റെ ക്രീമാണ്. വൈറ്റ് സ്കിൻ ടോണിൻ്റെ ക്രീം അപ്ലൈ ചെയ്യും. വേറെ കാര്യമൊന്നും ചെയ്യില്ല. അപ്പോൾ ആ ക്രീമാണ് ഫസ്റ്റ് ഞാൻ മുഖത്തേക്ക് ഇടുന്നത്. ഒരുപാട് സാധനങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല. എൻ്റെ ഇവിടെ ഒരു ഡാർക്കില്ലേ, മറ്റേ ടാനില്ലേ, അത് ജന്മന ഇല്ലതാണ്, അത് പോകുന്നറിയില്ല. ഞാൻ ഇടയ്ക്ക് തേക്കും. അപ്പോൾ അതങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇനി അടുത്തതെന്ന് പറയുന്നത് സൺസ്ക്രീൻ. പ്ലമ്മിൻ്റെ സൺസ്ക്രീം ആയിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ് സാധനം. ഇത് നമുക്ക് ഏത് ക്ലൈമറ്റിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ക്രീമാണ് പ്ലമ്മിൻ്റെ സൺസ്ക്രീം. ഞാൻ അത്യാവശ്യം ഫീൽഡ് വർക്കായി വാരി വെച്ചിടും. കാരണം നമ്മളധികം വെയിൽ തരം ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഏകദേശം അത് തീരാനായി. അത് മീനിങ്ങനെ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ. കൈക്കൊക്കെ ജസ്റ്റ് നമ്മൾ തേച്ച് കൊടുക്കും. പെർഫെക്റ്റ്. ഇനി കുളവാക്കുന്ന പരിപാടിയാണ്. എനിക്ക് പോൺസിൻ്റെ പൗഡർ ഒഴിവാക്കാൻ കഴിയില്ല, എനിക്ക് കിട്ടണം. അത് ഇതിൻ്റെ മുകളിലാണ് ഞാൻ ഇടാറ്. ഇതിൻ്റെ കയ്യിൽ ആദ്യം ഓപ്പൺ ആക്കപ്പെട്ട പൗഡറാണ് പറഞ്ഞത് കേട്ടോ. വരാതെ പൗഡർ എനിക്ക് അത്ര വേണ്ട, എന്നാലും ജസ്റ്റ് ഒന്ന് പോൺസിൻ്റെ പൗഡറും അങ്ങനെ പൗഡറൊക്കെ ഇട്ട് മുഖം ഒരു നല്ല വൈറ്റ് ആയി. അടുത്തത് ലാസ്റ്റ് ഈ ഐലൈനറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കണ്ണൊക്കെ നന്നായിട്ട് എഴുതാൻ കഴിയും. കണ്ണ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര വീക്ക്നെസ്സാണ്. കണ്ണ് എഴുതി കഴിഞ്ഞാൽ സെറ്റ് കണ്ണെഴുതി. ഇത് പിന്നെ നമ്മുടെ സിമ്പിളാണ്, അപ്പോൾ അത് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ അതങ്ങനെ നമുക്ക് പൊട്ട് വെക്കണം. ഷിപ്പയുടെ പൊട്ടാണ്, അതിൻ്റെ ബാക്ക് കവറിന് കയറിയിട്ടാണ്. അപ്പോൾ ഇതൊന്നും ഞാൻ അങ്ങനെ തൊട്ട് കൊടുക്കും. പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ലിപ്സ്റ്റിക്ക് ഞാൻ അങ്ങനെ ഇടയില്ല. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഈ കോഫി ബ്രൗണിൻ്റെ കളർ നമുക്ക് കാര്യമായിട്ട് അങ്ങനെ ലിപ്സ്റ്റിക്ക് അങ്ങനെ താല്പര്യം. ജസ്റ്റ് ലൈറ്റായിട്ട് എനിക്ക് ഇടാൻ കഴിയും. വളരെ ലൈറ്റായിട്ട് നന്നായിട്ട് കൊടുക്കും. ഓക്കെ, അതുപോലെ നമ്മൾ മുടിയൊക്കെ ഒന്ന് കെട്ടണം. അതുപോലെ നമുക്ക് മാലയുണ്ട്, കഴുത്തിൽ മാലയില്ലാതെന്തോ ഒരു സ്ട്രൈ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഹെയറിലൊന്ന് പിടിച്ച് കെട്ടേണ്ടത്. അതിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഒരു സിറം. ഇത് സ്ട്രക്സ് പ്രൊഫഷണൽ വിറ്റാമിൻ ഗ്ലോസ് ഹെയർ സിറാണ്. ജസ്റ്റ് ഞാൻ താഴെ ഇപ്പം കഴുകില്ല, ഇപ്പോൾ ഇത് ചെയ്തിട്ട് കഴുകൽ കുറച്ച് കുറവാണ്. അപ്പോൾ ജസ്റ്റ് ഈ സിറം ഒന്ന് കുറച്ച് ലേശം കൈത്തപ്പഴം എടുത്ത് ഞാൻ ജസ്റ്റ് ഇതാക്കണം, അപ്ലൈ ചെയ്ത് കൊടുക്കും. ജസ്റ്റ് മാത്രം, ഇപ്പം ചെയ്യില്ല, ഒന്ന് ലിറ്ററലി കണ്ട. അപ്പോൾ നമ്മുടെ തലയിലൊന്ന് ഒരു എണ്ണ തേച്ച പോലെ ഒതുങ്ങി കിട്ടും. ഹെയർ സിറം എനിക്കിഷ്ടമാണ്. അപ്പം ജസ്റ്റ് അതുമാണ് അത്. നമ്മുടെ മുടിയൊക്കെ അങ്ങനെ കേളി ആൻഡ് ഹൈ കേളി ഹെയർ സെറ്റിങ്സാണ്. ഇനി നമ്മുടെ കോമ്പ് വെച്ചിട്ട് നമ്മളിതൊന്ന് ചെയ്തെടുക്കാം. എനിക്കിപ്പോൾ ഇങ്ങനെ ഹെയർ ഇങ്ങനെ കെട്ടുന്നതെന്ന് വെച്ചാൽ അധികം നേരം ഇത് ചെയ്യേണ്ടി എനിക്ക് വരുന്നില്ല. പിന്നെ കേക്ക് നമ്മുടെ സിറം കൊണ്ട് ഇനി സൈഡിൽ കൂടിയാണ് ഇപ്പം പഴുപ്പെടുക്കൽ. അയ്യോ ശരിയാവുന്നില്ലല്ലോ, കേട്ടാൻ നമ്മുടെ മുടി ഒന്ന് വെച്ച് ഞാൻ ഈ മുടി ഒന്ന് സെറ്റ് ചെയ്യണം. ഞാൻ ഏകദേശം കെട്ടി അവിടെ കെട്ടിയത് കെട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒന്ന് ചീപ്പ് വെച്ചിട്ട് ഒതുക്കണം. ഈ രണ്ട് ഇറക്കി വെച്ചിട്ട് കയറ്റിയാൽ ഞങ്ങൾക്കൊരു എന്തോ മതി. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കിയിട്ടോ. അപ്പോൾ റെഡിയായി. ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക.